പറയൂ. മാഡം, ഞാൻ നോർത്തിനടുത്തുള്ള ചർച്ച് റോഡിൽ നിന്ന് വിളിക്കാം. എവിടുന്നാ പറഞ്ഞേ? നോർത്തിനടുത്തുള്ള ചർച്ച് റോഡ്. ഓക്കെ. ഒരു ഗ്യാങ് എന്നെ ഫോളോ ചെയ്യുന്നു മാഡം. വിഷമിക്കാതിരിക്കോ, ചർച്ച് റോഡിന്നല്ലേ? പ്ലീസ് മാഡം, എന്നെ ഹെൽപ്പ് ചെയ്യണം മാഡം. അവിടെ തന്നെ നിന്നാ മതി, ഞങ്ങൾ ഇപ്പൊ വരും. പെട്ടെന്ന് വരണം മാഡം, പ്ലീസ്. അതെ, നോർത്തിലെ ചർച്ച് റോഡിന്നാ. ഒരു ഈവ് ടീസിംഗാ. കം ഓൺ, ഗെറ്റ് റെഡി. പെട്ടെന്ന് ഇത്രയും ദൂരമൊക്കെ? ഒരു പെൺകുട്ടിയുടെ മാനത്തിന്റെ കേസാ. നമ്മൾ എന്തായാലും ഇപ്പൊ തന്നെ പോയേ പറ്റൂ. രണ്ടുപേരും ഇവിടെ നിൽക്കട്ടെ, ബാക്കി എല്ലാരും കൂടെ വരും. വാ, വേഗം പോവാം. യുവമാരുടെ ശല്യം ഇപ്പൊ കൂടി വരികയാണ്. ഇന്നത്തെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത് വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ്. കേരള പോലീസ് ഈയിടെ ആവിഷ്കരിച്ച വനിതാ ഹെൽപ്പ് ലൈൻ എത്രമാത്രം പ്രയോജനകരമായി നടപ്പാക്കുന്നു എന്നറിയാൻ ഞങ്ങളുടെ ചാനൽ നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണിത്. ഇതിന്റെ ഭാഗമായാണ് ഞാൻ നേരത്തെ ഏലത്തൂർ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫേക്ക് കോൾ വിളിച്ചത്. പക്ഷെ വിളിച്ച് അരമണിക്കൂറായിട്ടും ആരും സ്ഥലത്തെത്തിയിട്ടില്ല. ഇങ്ങനെയാണ് പോലീസിന്റെ കർത്തവ്യബോധമെങ്കിൽ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. നാഷണൽ വിഷന് വേണ്ടി ക്യാമറമാൻ നിതീഷിനൊപ്പം അമല മേനോ. ഓക്കെ, എല്ലാം റെക്കോർഡായില്ലല്ലേ? അല്പം മുമ്പ് ഒരു പെൺകുട്ടി സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു സർ. ഇതാണ് ആ കക്ഷി. നമ്മുടെ വനിതാ ഹെൽപ്പ് ലൈനിന്റെ ആക്യുറസി ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. സർ, ആക്ച്വലി അത് നോ ലൈം എക്സ്ക്യൂസ്. ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ അരമണിക്കൂർ കഴിഞ്ഞേ എത്തൂ എന്നുള്ള നിങ്ങളുടെ പതിവ് ബ്യൂറോക്രാറ്റിക് ലൈസൻസ് ഉണ്ടല്ലോ, അത് ഇവിടെ വേണ്ട. പോരാത്തതിന് നാളെ മുതൽ ഇവരുടെ എഡിറ്റോറിയൽ മീറ്റിംഗിന്റെ പറഞ്ഞിരിക്കാൻ ഒരു പുതിയ പേരും, ട്രാക്ടർ പോലീസ്. കഷ്ടം. ലേറ്റ് ആയത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല സർ. 6 മാസമായി ജീപ്പ് ഓടിക്കാൻ ഒരു ഡ്രൈവർ വേണമെന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഇതുവരെ അതിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയിട്ടില്ല സർ. ഓഹോ, ദാറ്റ്സ് ഫണ്ണി. ജീപ്പ് ഉണ്ട്, ഡ്രൈവർ ഇല്ല. ഓക്കേ, ലെറ്റ് മീ സീ. നിതീഷ്, ക്യാമറ ഓൺ. കേരളത്തിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഏലത്തൂർ വനിതാ പോലീസ് സ്റ്റേഷനെ വ്യത്യസ്തമാക്കുന്ന ഒന്നുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? ഈ സ്റ്റേഷനിൽ ഒരു പോലീസ് ജീപ്പുണ്ട്, പക്ഷേ 6 മാസമായി അത് ഓടിക്കാൻ ഒരു ഡ്രൈവർ ഇല്ല. എന്നാൽ ഈ പ്രതികൂല അവസ്ഥയിലും ആത്മാർത്ഥമായി കൃത്യനിർവഹണം നടത്തുന്ന ഇവർ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. ഈ റിപ്പോർട്ട് കണ്ടിട്ടെങ്കിലും ആഭ്യന്തര വകുപ്പ് വേണ്ട നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രമണി, ഗുഡ് മോർണിംഗ്. മോഷണ കേസ് പിടിച്ച കുറ്റം സമ്മതിച്ചിട്ടില്ല. സാറ് വന്നിട്ട് കേസെടുക്കാന്ന് വിചാരിച്ചു. കേസ് എടുക്കണോ? അതെ, കേസ് ചാർജ് ചെയ്യണ്ട. ഞാന് ഒന്ന് ഉപദേശിക്കട്ടെ. കേസ് ആരാ? ഹലോ, റസാഖ് ഹുസൈൻ. ഞാൻ സേവ്യറാ. പറ. ഒരു പെണ്ണ് കേസാ. ഏത് തന്നെയാ പെണ്ണ് പിടിച്ചത്? എൻ്റെ മോനാ ഡേവിഡ്. തലയിലാവോ? പ്രശ്നമാവാതൊന്ന് ഊരി തരണം. നല്ല ചെലവ് വരും. എന്നാ വേണേലും ചെയ്യാം. ചെയ്യാന്നല്ല, ഇപ്പൊ ചെയ്യണം. ചെയ്യാന്നേ. പയ്യൻ എവിടെയുണ്ട്? നാട്ടുകാർ തടഞ്ഞു വെച്ചൊക്കെയാണോ? അല്ല, വനിതാ പോലീസ് സ്റ്റേഷനിലെ SI അരുന്ധതി വർമ്മ അറസ്റ്റ് ചെയ്തിരിക്കുക. പ്രശ്നമാവുമല്ലോ സേവിയറെ. SI അരുന്ധതി വർമ്മയുടെ കൈപ്പെട്ട ഊരി വരാൻ വലിയ പാടാ. താൻ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. SI അരുന്ധതി വർമ്മ കേസ് എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവരൊരുമാതിരി പ്രത്യേക ക്യാരക്ടറാ. Good morning, madam. Good morning. Good morning. Good morning. Good morning.
ചൂടിലാണല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവല്ലോ. സേവ്യറിന്റെ മോന്റെ കേസാന്ന്. ആ ചെക്കനും പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചോ. ഓക്കെ മാം. എന്താണ് നിന്റെ പേര്? ഡേവിഡ് സേവ്യർ. എന്താ? ഡേവിഡ് സേവ്യർ. മാഡം, ഞാൻ നിരപരാധിയാ, എന്നെ വിശ്വസിക്കണം പ്ലീസ്. എന്താണ് സംഭവിച്ചേ? ഇവ നിന്നെ റേപ്പ് ചെയ്തോ? അതെ മാഡം. അയ്യോ, പച്ച കള്ളമാണ് മാഡം. ഞാൻ ഇവളെ നേരെ ചൊവ്വേ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. ഒന്നുമല്ല, ഞാൻ എല്ലാം തുറന്നു പറയാം. ഇടി, എല്ലാം തുറന്നു പറഞ്ഞ കർത്താവിന്റെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ. അയ്യോ, നിങ്ങൾ ഇവിടെ ആരാ? അമ്മയാ സാറേ. എന്റെ മോളുടെ ജീവിതം തൊലഞ്ഞു പോയി സാറേ. മകളുടെ ഓരോ തോന്നിവാസത്തിന് കൂട്ടു നിന്നിട്ട് അവസാനം പറ്റിപ്പോയി, വയറ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കള്ള കരച്ചില്. ഓരോരുത്തമാര് ഇറങ്ങിക്കൊള്ളും നാട്ട കേസുമായിട്ട്. അങ്ങോട്ട് മാറി നിൽക്ക്. ഇവളെ കെട്ടാൻ ഇവന് സമ്മതമാണെന്ന് പറഞ്ഞ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കണം. മാഡം, അന്നമ്മ ആ, ലീഗൽ പ്രൊസീഡിംഗ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റ് മല്ലികയെ വിളിച്ചു ചോദിച്ചോളൂ. ശരി മാഡം, സിഐയുടെ സ്റ്റേഷനിൽ കേസ് റിപ്പോർട്ട് ചെയ്യണോ? എന്തിനാ? എത്ര കേസുകളാണ് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഏതെങ്കിലും കേസ് കാര്യഗൗരവമായിട്ട് അവരെടുത്തിട്ടുണ്ടോ? ആ, XMLയുടെ അടുത്ത ആളാ CI റസാഖ് ഹുസൈൻ. ഈ കേസ് അങ്ങോട്ട് റെഫർ ചെയ്താ ഇയാൾ ഈസി ആയിട്ട് അങ്ങ് ഊരിപ്പോരും. നമ്മൾ ചെയ്തതാ ശരി, ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ചാടിക്കറി പോണ കണ്ട തോന്നുന്നു അയാളാ വക്കീലെന്ന്. അതെ, സംഗതി ഗുലുമാല പീഡന കേസാ. ശിഷ്ടകാലം മോൻ ഉണ്ടെന്നുണ്ടോ അകത്ത് കിടക്കും. ഒന്ന് പോടാ. ആ, അത് ശരിയാ. പക്ഷെ ആ പെങ്കൊച്ചുണ്ടല്ലോ, ഊക്കറിനൊരു അമോണിയം നൈട്രേറ്റാ. ചിലക്കാതെ പോണം. അതെങ്ങനെ പോത്തിനറിയോ ഏത്തവാഴ ഏതാ? പപ്പ ഇത് കണ്ടോ? അതെ, ഇത് ശരിയാവത്തില്ല. ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ കളിയാക്കാണോ? ഏയ്, XMLയെ കളിയാക്കാൻ ഞാൻ ആരാ? എന്റെ മോനെ കൊണ്ടുപോകാനാ ഞാൻ വന്നിരിക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിനാ നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എടോ സേവ്യറെ, തന്റെ മോൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ആരാടോ പറഞ്ഞേ? പട്ടാപ്പകൽ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തവനാ തന്റെ മോൻ. അവനെ പിന്നെ ഞാനെന്ത് പൂവിട്ട് പൂജിക്കണോ? കൂടുതൽ മൂപ്പിക്കല്ലേ സാറേ. ഈ സേവ്യർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മകൻ അഴിയണത്തില്ല. എണ്ണിക്കൂടോ, എണ്ണിക്കും. ഒരു FIR എഴുതി ഇതൊരു പീഡന കേസായി മാറ്റി എല്ലാത്തിനെയും കോടതി കയറ്റാനേ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. അല്ലടോ വക്കീലെ? പിന്നല്ലാതെ. അതാണ്. അത് പിന്നെ ഈ നിയമം അങ്ങനെയാണല്ലോ. ഇയാൾക്ക് ബുദ്ധിയുണ്ട്. ആ പുള്ളിക്ക് പക്ഷെ ഇതറിയില്ല. അറിയാലോ എന്നെ കുറിച്ച്. ഞാനൊരു കാര്യം വിചാരിച്ചാ അത് നടത്തിയിരിക്കും. തനിക്ക് പിന്നെ ഇതൊന്നും വലിയ മാനക്കേടുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് തൊലിക്കട്ടിയുണ്ടല്ലോ. വരുന്ന ബൈ ഇലക്ഷൻസിന് മത്സരിക്കാനുള്ളതല്ലേ? ആദർശധീരനായ നേതാവ് ചെല്ല്. കരിയർ കളയണ്ട. താൻ പോണില്ലേ? പോകാം. എന്നാ പോടാ. പോയി. നടക്കത്തില്ല.